ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ടൊമ്മോയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ഓഫറിൽ കിട്ടിയതാണ്. സോ ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. ഫസ്റ്റ് വന്ന് ഈ ബോട്ടിലാണ്. എനിക്ക് ബോട്ടിലില്ലായിരുന്നു. സോ ഞാൻ ചേട്ടനോട് പറയുന്നിട്ട് കുറേ നാളായിരുന്നു. അങ്ങനെ എനിക്ക് വാങ്ങിച്ചൊരു ബോട്ടിലാണ്. വർത്ത് ഇറ്റ് ആണ്. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ട നൈസ്. ദെൻ ഈ ഒരു ചപ്പൽ, ഇത് റൂമിനുള്ളിൽ കൂടെ കെട്ടി നടക്കാൻ വേണ്ടിയിട്ടൊരു ചപ്പൽ. ഇതും വലിയൊരു റേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, ജസ്റ്റ് ഒരു 5 or 6 അങ്ങനെന്തോആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഓപ്പണിട്ട് നോക്കാം. ഇത് സെക്കൻഡ്, ഇത് ചേട്ടായ്ക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുന്നൊരു ചപ്പലാണ്. ഇതും വർത്തിട്ടാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് വീടിനുള്ളിൽ കൂടെ കിട്ടി നടക്കാം. ഓക്കെ, അപ്പം അടുത്തത് ലൊക്കേഷൻ തീരെ മോശമായിരുന്നു. കാരണം ചേട്ടാ ഇതുവരെ കയറി വരുന്നു നശിപ്പിച്ചതല്ല. അപ്പം അതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറി ഇപ്പോൾ കുറച്ച് സൺഷെയ്ഡ് കിട്ടുന്നിടത്തിരിക്കുന്ന. സോ അപ്പം ഞാൻ നിങ്ങളെ അടുത്തത് കാണിക്കാം. നെക്സ്റ്റ് വന്ന് ഈ ഒരു മാറ്റും വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. എനിവേ ഞാൻ ഈ ടെമ്മോന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ എന്താ പറയാ, പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ വരുന്ന സാധനങ്ങളൊന്നും ചെയ്യുന്നതായിരിക്കത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ബട്ട് എനിവേ നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വാ, നോക്കൂ ഗൈസ്. അപ്പം നെക്സ്റ്റ് ഈ ഒരു ചപ്പൽ, ഇതും ചേട്ടായി ഓർഡർ ചെയ്തതാണ്. ബട്ട് ചേട്ടാ ഇപ്പം പറയുന്നത് ബൈ മിസ്റ്റേക്കിൽ കയറുകയാണ്. പക്ഷേ അല്ല ഗൈസ്, ഇത് ഞാൻ അറിയാതെ ഓർഡർ ചെയ്ത സാധനമാണ്. പക്ഷെ ഇത് ഇപ്പിട്ട് നോക്കിയപ്പോൾ പറയാ കംഫർട്ടബിൾ ആണ്. സോ നോ റിട്ടേൺ. അപ്പം നമ്മളിതും കീപ്പ് ചെയ്യും. ഇവയെ അതും കൊള്ളാമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്കിനി നെക്സ്റ്റ് നോക്കാം എന്താണ്. യെസ്, ഇത് ഒരു ലോണ്ടറി ബാഗാണ്. അത് ഷൂ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ലോണ്ടറി ബാഗാണ്. ഇതും അത്യാവശ്യം കുഴപ്പമില്ല, സ്പേഷ്യസ് ആണ്, വലുപ്പമുണ്ട്. ഓക്കെ, ഡൺ. ഷൂവിന് ഇടാനുള്ള വലിപ്പമൊക്കെ ഉണ്ട്. നമ്മൾ നോർമലി ഇപ്പം ഷൂ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ഡയറക്റ്റ് നമ്മൾ ഇടാതെ ഇങ്ങനൊരു ക്യാരി ബാഗിനുള്ളിൽ ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ ഷൂ കുറച്ചും കൂടെ പ്രൊട്ടക്ഷനും ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീനും ആകും. അപ്പം ഇതും വർത്ത് ഇറ്റ് ആണ്, അഫോർഡബിളും ആണ്. ഓക്കെ, ഈ ഒരു ഷൂ റാക്കാണ്. പിക്ചറിൽ കാണിച്ചിരിക്കുന്ന അടിപൊളിയാണ്. വെച്ചുകൊണ്ട് എങ്ങനെയും തമ്പരാൻ അറിയാം. ചെയ്തിട്ട് കാണിക്കാം നിങ്ങളെ. എനിവേ ഇപ്പം കുറച്ച് ബിസിയാണ്. സോ ഞാനിപ്പം വന്നപ്പോൾ കൈയോടെ തന്നെ നിങ്ങളെ അൺപാക്ക് ചെയ്തൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. പിന്നെ ഉള്ളത് ഒരു ടൂത്ത് പേസ്റ്റ്, നമ്മുടെ ബ്രഷ് ഹോൾഡർ. എനിക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ബ്രഷൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് പുതിയ കാര്യങ്ങളും അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് പ്രസ് ദി ബെൽ ഐക്കൺ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. എനിവേ ഒരുപാട് വീഡിയോസൊന്നും ലോങ് വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കത്തില്ല, കുറച്ച് വീഡിയോസുകൾ. ഓക്കെ, അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ, ടാറ്റാ.